വിസ്മയ കാഴ്ചയൊരുക്കി എടത്തുരുത്തി പയ്യന്നൂരിലെ സൂര്യകാന്തിപ്പാടം. സൂര്യകാന്തിപ്പാടത്തെക്കുറിച്ച് കണ്ടും കേട്ടും ദിനംപ്രതി നിരവധി പേരാണ് ഈ കാഴ്ച കാണുവാൻ ഇവിടെ എത്തുന്നത്. പയ്യന്നൂരിലെ രവി പുത്തൻപുരയുടെ ഏക്കറിലധികം വരുന്ന പാടത്താണ് സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. പാരമ്പര്യ നെൽകർഷകനായ കുമാരൻ കടവത്താണ് പരീക്ഷണം എന്ന നിലയിൽ സൂര്യകാന്തി കൃഷി ആരംഭിച്ചത്. നെൽകൃഷി കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പൂക്കൃഷി കൂടി ചെയ്യണമെന്ന് കുമാരൻ തീരുമാനിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിത്താണ് പാകിയത്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും വിത്തുകൾ മുളച്ച് പ്രത്യേക പരിചരണമൊന്നും നൽകിയില്ലെങ്കിലും കടുത്ത വേനലിലും ചെടികൾ പാടമാകെ നിറഞ്ഞു. പൂവിടാൻ തുടങ്ങിയതോടെ പരീക്ഷണം വിജയം കണ്ടു. നല്ല ഉയരത്തിൽ നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുവാനും സെൽഫി എടുക്കുവാനും മറ്റും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പയ്യന്നൂരിലേക്ക് എത്തുന്നത്. നമ്മൾ ഇൻസ്റ്റയിലെങ്ങനെ കണ്ടിട്ട് അങ്ങനെ പെട്ടെന്ന് നമ്മൾ തൊട്ടടുത്തുള്ളൊന്നും അറിഞ്ഞില്ലല്ലോ സജു? ഇല്ല, റീൽസ് കണ്ടിട്ട് വന്നതാ. തൊട്ടടുത്ത് കിടക്കണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ അറിഞ്ഞില്ല. റീല് കണ്ടിട്ട് വന്നതാ. ആ സന്തോഷത്തില്. കാരണം വെച്ചാല് ഈ നമ്മുടെ തൊട്ടടുത്തുള്ള ഏരിയയിൽ തന്നെ ഒരു പാടത്താണ് ഇത് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ സജു? അതെ അതെ. ഒത്തിരി പേരൂടെ വന്നിട്ടുണ്ട് കുറെ. ശരിക്കും നമുക്കൊരു അതിശയം പോലെയാണ് തോന്നുന്നത്. ഒരുപാട് ദൂരങ്ങളിൽ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തൊട്ടടുത്ത് ഉണ്ടായിട്ട് അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാരേ നമ്മുടെ നാട്ടിലിപ്പോൾ ഇത് വലിയ കാര്യമാണല്ലോ ഇങ്ങനെ കാണാന്നുള്ളത്. അപ്പം അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത് ആദ്യം പയറ് നെല്ല് കഴിഞ്ഞാൽ പിന്നെ പയറിനിടാറ് പയറുകളിൽ. അപ്പോൾ നമ്മുടെ ഒരു കുമാരേട്ടൻ്റെ പണി ആള് എന്നോട് പറയാണ്ടാണ് ഇതിട്ടത്, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്താണെന്ന് വെച്ചാൽ സൂര്യകാന്തി ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല. പയറും എള്ളും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് വിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുക. അതിനോട് പറയാണ്ട് വിതച്ച് മുളച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ സൂര്യകാന്തി ഇട്ട് മുളച്ചിട്ടുണ്ട്. അങ്ങനെ ആള് മഴയും ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടില്ല, വളമില്ല മഴയില്ല, ഞാൻ ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഇങ്ങനെ പൂവായതിനു ശേഷം മഴ കിട്ടിയത് മുട്ട് വന്നോട് കൂടി. എത്ര സെന്റ് സ്ഥലമുണ്ട്? ഇത് 60, 2.5 ഏക്കറുണ്ട് ഈ പാടം. ഇതിപ്പോ ശരിക്കും ഇങ്ങനെ ഫുള്ളതിൽ നിൽക്കുന്നത് കുറെ നാളായോ? കുറെ ദിവസമായോ? ഒരു 3 ആഴ്ചയായി. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. 3 ആഴ്ച മുന്നാണെങ്കിൽ അതിൻ്റെ എല്ലാം കാണാം നമുക്ക്. ഫ്ലവർ ആവണത് തൊട്ട് പൂവുള്ളത് വരെ. ഇതിപ്പോൾ മുഴുവനായി തുടങ്ങി, കൊഴിഞ്ഞു തുടങ്ങി. കണ്ടമാനം പേര് വരുന്നുണ്ട്.